KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ വെണ്ണക്കോട്. ഭീകരവാദികൾ ഇസ്ലാമിലെ യുദ്ധങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മദീനയിൽ സംഘടിപ്പിച്ച ബദർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മർക്കസ് വിദ്യാർത്ഥിക്ക് ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റിന്റെ എക്സലൻസി ഫെലോഷിപ്പ് 40 ലക്ഷം രൂപയുടേതാണ് ഫെലോഷിപ്പ്. വിശുദ്ധ റമളാനിന്റെ രാവുകളെ ധന്യമാക്കി മഅദിൻ ഗ്രാൻഡ് മസ്ജിദ്. SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവ് ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ വടകര കുഞ്ഞിപ്പള്ളിയിൽ. റെയിൽ പാളത്തിൽ വിള്ളലുണ്ടായാൽ ട്രെയിൻ അപകടം ഒഴിവാക്കാൻ ഇന്റർനെറ്റ് സംവിധാനം വരുന്നു. അനാഥരെന്ന് നിർവചിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ ഇല്ലാത്തവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അനാഥ കുട്ടികളെ അല്ലെന്ന് കോടതി. തന്റെ യജമാനന്റെ ഖബർ ദിവസവും സന്ദർശിക്കുന്ന അടിമ നാട്ടുകാർക്ക് കൌതുകമാവുന്നു. രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന ശിവസേന പാർട്ടി മുഖപത്രമായ സാമ്നയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വാർത്തകൾ വിശദമായി. റെയിൽ പാളത്തിൽ വിള്ളലുണ്ടായാൽ തിരിച്ചറിഞ്ഞ് 1 കിലോമീറ്റർ മുമ്പേ ട്രെയിൻ നിർത്താൻ കഴിയുന്ന ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ ഒരുങ്ങുന്നു. തലശ്ശേരി സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത റെയിൽ ട്രാക്ക് സെക്യൂരിറ്റി സിസ്റ്റം എന്ന സാങ്കേതികവിദ്യയുമായി രംഗത്തെത്തിയത്. റെയിൽ പാളത്തിനരികിൽ ഘടിപ്പിച്ച സെൻസറിനെ ട്രെയിനിലെ റിസീവറുമായി ബന്ധപ്പെടുത്തിയാണ് തകരാറുകൾ കണ്ടുപിടിക്കുന്നത്. തകരാർ സംബന്ധിച്ച് കോച്ചുകളിൽ യാത്രക്കാർക്ക് അറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനവുമുണ്ട്. ട്രെയിൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഇരുവശത്തുമുള്ള സ്റ്റേഷനുകളിലും നിമിഷങ്ങൾക്കുള്ളിൽ അറിയിപ്പ് കൊടുക്കാനാകും. സോഫ്റ്റ്വെയറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ 10 കിലോമീറ്റർ പരിധിക്കുള്ളിൽ തകരാർ കണ്ടുപിടിക്കാനാവുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പാഠപുസ്തകം വൈകുന്നതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിദ്യാഭ്യാസ മേഖലയിൽ ലീഗ് വൽക്കരണമാണ് മന്ത്രി അബ്ദുറബ്ബ് നടപ്പാക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് TV രാജേഷ് MLA ആരോപിച്ചു. പാഠപുസ്തകം വൈകുന്നത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ പാഠപുസ്തക അച്ചടിയിലും വിതരണത്തിലും കാലതാമസമുണ്ടായതിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഈ മാസം 20-ന് പുസ്തക വിതരണം ആരംഭിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ KSU നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. പുസ്തക വിതരണം ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ വകുപ്പ്, അച്ചടി വകുപ്പ്, തപാൽ വകുപ്പ് എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നു. ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും KSU വിമർശനമുന്നയിച്ചു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് KSU ഇന്നലെ നടത്താനിരുന്ന വിദ്യാഭ്യാസ ബന്ദ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് മാറ്റിവച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന ശിവസേന മുസ്ലിംകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന രാജ്യത്ത് ഭാഷ, ഭൂമിശാസ്ത്ര, വൈകാരിക അസമത്വത്തിന് കാരണമാകുമെന്നും അതിനാൽ മുസ്ലിംകൾ കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ഉറപ്പുവരുത്തണമെന്നുമാണ് ശിവസേനയുടെ ആവശ്യം. മുഖപത്രമായ സാമ്നയിലെ മുഖപ്രസംഗത്തിലാണ് പാർട്ടി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മുസ്ലിംകൾ വർദ്ധിക്കുന്നത് തടയാൻ ഹിന്ദു ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്നും എല്ലാ മതങ്ങളിലും കുടുംബാസൂത്രണം നടത്തുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. 2001-2011 കാലഘട്ടത്തിൽ മുസ്ലിം ജനസംഖ്യയിൽ 24% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2015 ഇതുവരെ 5-10% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജനസംഖ്യാ വർധനവ് രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് സാമ്നയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ലോക്പാലിനേക്കാളും രാജ്യത്ത് ആവശ്യം ഏകീകൃത സിവിൽ കോഡാണ്. ഗർവാപ്പസി ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. പക്ഷേ രാജ്യത്തെ മുസ്ലിം കടന്നുകയറ്റം ഇല്ലാതാക്കാൻ അതുകൊണ്ടാകില്ല.
പാകിസ്ഥാനിലും ഇറാഖിലും ഇസ്ലാമിക് സർക്കാരാണ്. പക്ഷേ ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതം പരിതാപകരമാണ്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകളെ സ്വീകരിച്ച് തുർക്ക്മെനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ യൂറോപ്പിനോടും അമേരിക്കയോടും കിടപിടിക്കുന്ന രാജ്യങ്ങളാണ്. മോഡി സർക്കാർ രാജ്യത്തെ ജനങ്ങളെ ഇക്കാര്യം പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്നും മുഖപ്രസംഗത്തിലൂടെ ശിവസേന വ്യക്തമാക്കുന്നു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് വ്യാപകമാകുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. സ്വർണ്ണക്കടത്തിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പെരുമറ്റം സ്വദേശി PA നൌഷാദ് ബന്ധുവായ പോലീസുകാരൻ ജാബിൻ കെ ബഷീറിന്റെ സഹായത്തോടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വഴി കടത്തിയത് 2300 കിലോഗ്രാം സ്വർണം. 2012 ഫെബ്രുവരി മുതൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ വരെയാണ് എമിഗ്രേഷൻ വിഭാഗത്തിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജാബിൻ ജോലി ചെയ്തത്. കള്ളക്കടത്തു റാക്കറ്റിന്റെ തലവനായ നൌഷാദിന്റെ സമ്പാദ്യം മുഴുവനും കണ്ടെത്താനായിട്ടില്ലെങ്കിലും പ്രധാന കൂട്ടാളി ജാബിൻ 2 വർഷം കൊണ്ട് സമ്പാദിച്ചത് 12 കോടി രൂപയുടെ സ്വത്ത് ആണെന്ന് കസ്റ്റംസ് അധികൃതർ കണ്ടെത്തി. കേരള പോലീസിലെ സാധാരണ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ജാബിന് തൃശൂർ പോലീസ് ക്യാമ്പിലെ പരിശീലനം പൂർത്തിയാക്കി 6 മാസത്തിനകം നെടുമ്പാശ്ശേരിയിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ ഡെപ്യൂട്ടേഷൻ ലഭിച്ചത് ആരുടെ ഒത്താശയോടെയാണെന്നും കണ്ടെത്താനും അന്വേഷണം നടക്കുന്നു. ജാബിൻ 2010 പോലീസ് പരിശീലനത്തിന് ചേരുമ്പോൾ പിതാവ് AK ബഷീറിന്റെ റേഷൻ കടയിൽ നിന്നുള്ള വരുമാനവും തടിമില്ലിലെ ജോലിക്ക് ജാബിന് ലഭിച്ചിരുന്ന ശമ്പളവുമടക്കം 13,000 രൂപയായിരുന്നു ഇവരുടെ മാസവരുമാനം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജാബിന്റെ പിതാവ് ബഷീറിന് രോഗം വന്നപ്പോൾ ചികിത്സിക്കാനായി നാട്ടുകാർ പിരിവ് നടത്തിയിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് അവരുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയിൽ ദുരൂഹത തോന്നിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. KMIC ന്യൂസിനു വേണ്ടി അൻവർ അടുത്തിരുത്തി. കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അനാഥ കുട്ടികളെ അല്ലെന്ന് കോടതി. വിശദമായ റിപ്പോർട്ടിലേക്ക്. സംരക്ഷിക്കാൻ മാതാപിതാക്കൾ ഇല്ലാതിരിക്കുകയും നിയമപരവും സ്വാഭാവികവുമായ ബന്ധുക്കൾ കൈയൊഴിയുകയും ചെയ്ത അനാഥ കുട്ടികളെയല്ല കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞു. ബാലനീതി നിയമവും ചട്ടവും അനുസരിച്ച് അനാഥരെന്ന് നിർവചിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ ഇല്ലാത്തവരെയാണ്. എന്നാൽ കേരളത്തിലേക്ക് എത്തിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ ഉണ്ടെന്നും അനാഥരായി കണക്കാക്കാനാവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് രക്ഷാകർത്താക്കളുടെ അനുമതിയോടെ കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് അയക്കുന്നത്. കേരളത്തിലേക്ക് എത്തിക്കുന്ന കുട്ടികൾ മാതാപിതാക്കൾ ഉള്ളവരായതിനാൽ അനാഥാലയത്തിൽ പാർപ്പിച്ച് ശ്രദ്ധയും സംരക്ഷണവും നൽകേണ്ട ഗണത്തിൽപ്പെട്ടവരല്ല. അനാഥാലയങ്ങളിലേക്ക് അയക്കുന്നതിലൂടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാതാപിതാക്കൾ വിട്ടുനിൽക്കുകയാണ്. കുട്ടികൾ കളിച്ചു വളരുന്ന സാഹചര്യം അവരുടെ ഭാവി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വീടാണ് കുട്ടിയുടെ വളർച്ചയുടെ ഉത്തമ കേന്ദ്രം. ഇക്കാര്യങ്ങളെല്ലാം ബാലനീതി നിയമത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അനാഥാലയ നിയന്ത്രണ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ പോലും മുഴുവൻ അനാഥാലയങ്ങൾക്കും ബാലനീതി നിയമം അനുശാസിക്കുന്ന പ്രകാരമുള്ള രജിസ്ട്രേഷൻ അനിവാര്യമാണെന്ന് കോടതി വ്യക്തമാക്കി. അതിനാൽ ബാലനീതി നിയമം ബാധകമല്ലെന്ന അനാഥാലയങ്ങളുടെ വാദം അംഗീകരിക്കാനാവില്ല. അനാഥാലയങ്ങളെ 2000 ബാലനീതി നിയമപ്രകാരമുള്ള രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയ സർക്കാർ ഉത്തരവ് നിയമപരമല്ല. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾക്ക് ബാലനീതി നിയമപ്രകാരം രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്ന് 2010 ഫെബ്രുവരി 11 സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. UAE വിശേഷങ്ങളുമായി ഇബ്രാഹിം മേലെപ്പാറ ചേരുന്നു. ദുബായ് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഹോളി ഖുർആൻ അന്താരാഷ്ട്ര മത്സര വിജയികളെ ഇന്ന് പ്രഖ്യാപിക്കുന്നതാണ്. ലോകത്തിന് തന്നെ മാതൃകയായി റംസാനിന്റെ രാത്രികളെ ധന്യമാക്കി 11 ദിവസം നീണ്ടുനിന്ന ഖുർആൻ പാരായണം ഓരോ ദിനവും പുലരുവോളം നീണ്ടുനിന്നത് വിശ്വാസികളെ ഏറെ ആകർഷിച്ചിരുന്നു. റാസ് കനാഡയിലെ പവിഴപ്പറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സമുദ്ര ഗവേഷകർക്ക് വിസ്മയമായി മാറിയിരിക്കുകയാണ്. തലസ്ഥാന നഗരിയായ അബുദാബിയിൽ നിന്ന് 90 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറിയാണ് കടലിൽ സ്ഥിതി ചെയ്യുന്ന റാസ് കനാഡയിലെ പവിഴപ്പറ്റുകളുടെ കേന്ദ്രം. ബ്രൌൺ, ഓറഞ്ച്, പിങ്ക് നിറങ്ങളിലുള്ളവയാണ് ഇവിടെയുള്ള പവിഴപ്പറ്റുകളെന്ന് മറൈൻ ബയോളജിസ്റ്റായ ഡോക്ടർ ജോൺ ബോർട്ട് വ്യക്തമാക്കി. വംശനാശ ഭീഷണി നേരിടുന്ന ഹാക്സ്ബിൽ ആമക്കുഞ്ഞുങ്ങൾ സാദിയാത്ത് ദ്വീപിൽ വിരിഞ്ഞിറങ്ങി. 80 മുട്ടകളാണ് ദ്വീപിൽ വിരിഞ്ഞത്. ഈ വർഷത്തെ ആദ്യ വിജയകരമായ മുട്ടവിരിയലാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. അബുദാബി മഫ്രഖ് ഗുവൈഫാത്ത് റോഡിൽ വേഗപരിധി കുറച്ചതായി അബുദാബി പോലീസ് ഗതാഗത വിഭാഗം വ്യക്തമാക്കി.
മണിക്കൂറിൽ 121 കിലോമീറ്ററായാണ് വേഗപരിധി കുറച്ചിരിക്കുന്നത്. അനാഥരായ 500 കുട്ടികളെ പങ്കെടുപ്പിച്ച് ഫെരാരി വേൾഡ് അബുദാബി ഇഫ്താർ സംഘടിപ്പിച്ചു. എമിറേറ്റ്സ് റെഡ് ക്രസന്റുമായി സഹകരിച്ചായിരുന്നു ഫെരാരി ഇൻഡോർ തീം പാർക്കിൽ ഇഫ്താർ സംഘടിപ്പിച്ചത്. അബുദാബി പോലീസ് നടപ്പിലാക്കുന്ന ഇഫ്താർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകാൻ അജ്മാൻ ഭരണകൂടത്തിലെ ഡോക്ടർ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ നുഐമിയും രംഗത്തെത്തി. അൽ ഇഹ്സാൻ ചാരിറ്റി അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കൂടിയാണ് ഡോക്ടർ ഷെയ്ഖ് അബ്ദുൽ അസീസ്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഈ കൈരളി കേൾക്കട്ടെ സ്നേഹമന്ത്രം, ആ ഹൈറിന്റെ ശീതള പൂസുഗന്ധം. ഈ കൈരളി കേൾക്കട്ടെ സ്നേഹമന്ത്രം, ആ ഹൈറിന്റെ ശീതള പൂസുഗന്ധം. തെരുവിന്റെ തീച്ചുള ശരശയ്യയാക്കി, മരുവിലെ യാതന ജീവിതമാക്കി. തെരുവിന്റെ തീച്ചുള ശരശയ്യയാക്കി, മരുവിലെ യാതന ജീവിതമാക്കി. കുരുന്നുകൾ കേകേണ്ടേ സ്നേഹത്തിൻ ദീപ്തി, കുരുന്നുകൾ കേകേണ്ടേ സ്നേഹത്തിൻ ദീപ്തി. ഈ മനുജന്റെ മനസ്സുള്ളിൽ മനതകവനി തീർക്കാൻ സ്നേഹത്തിൻ ദൂതേന്ദ. കൈരളി കേൾക്കട്ടെ സ്നേഹമന്ത്രം, ആ ഹൈറിന്റെ ശീതള പൂസുഗന്ധം. ഈ കൈരളി കേൾക്കട്ടെ സ്നേഹമന്ത്രം, ആ ഹൈറിന്റെ ശീതള പൂസുഗന്ധം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മലപ്പുറം മഅദിൻ ഗ്രാൻഡ് മസ്ജിദിന് ഉറക്കമില്ല. ഉയരുന്ന ഖുർആൻ വചനങ്ങളുടെയും സ്വലാത്ത് ദിക്റുകളുടെയും നിലക്കാത്ത പ്രവാഹമാണിവിടെ എപ്പോഴും. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റമദാനിലെ രാത്രികളിൽ ആത്മീയതയുടെ നിലാവിലലിഞ്ഞ പ്രപഞ്ചനാഥന്റെ അനുഗ്രഹം തേടി ഇവിടുത്തെ ഏത്തിക്കാഫ് ജൽസയിലൂടെ ആത്മീയ നിർവൃതിയടയുന്നത് നിരവധി ആളുകളാണ്. വിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളിൽ ഏത്തിക്കാഫിന്റെ മഹത്വം ഉൾക്കൊണ്ട് ഒരു മാസം പൂർണ്ണമായി പള്ളിയിൽ ചെലവഴിക്കുകയാണിവർ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി പ്രായവ്യത്യാസമന്യേ വയോജനങ്ങളും യുവാക്കളും മലപ്പുറം സ്വലാത്ത് നഗറിലെ ഗ്രാൻഡ് മസ്ജിദിൽ ഏത്തിക്കാഫ് ജൽസയിൽ പങ്കെടുക്കുന്നുണ്ട്. പൂർവ്വകാല മുസ്ലിംകൾ റമദാനിലെ പ്രധാന ആരാധനാ കർമ്മമായി കണ്ടിരുന്ന ഏത്തിക്കാഫ് വളരെ പ്രാധാന്യത്തോടെയാണ് മഅദിനിൽ നടക്കുന്നത്. പരകോടി പുണ്യം ലഭിക്കുന്ന വിശുദ്ധമാസത്തിന്റെ പവിത്രമായ നിമിഷങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെലവഴിക്കുന്നതിന്റെ ആനന്ദം ജൽസയിൽ പങ്കെടുക്കുന്നവരുടെ മുഖത്ത് കാണാം. നിസ്കാരശേഷമുള്ള മതപഠന ക്ലാസുകളാണ് ഏത്തിക്കാഫ് ജൽസയിലെ അംഗങ്ങളെ ഏറെ സ്വാധീനിക്കുന്നത്. 5 നിസ്കാരശേഷവും പ്രമുഖരായ പണ്ഡിതരുടെ ഹ്രസ്വവും ഗഹനവുമായ ക്ലാസുകൾ ഇസ്ലാമിന്റെ ആത്മീയവും കർമ്മശാസ്ത്രപരവും ദൈക്ഷണികവുമായ വശങ്ങളെ സ്പർശിക്കുന്ന നിരവധി വിഷയങ്ങളിലൂടെ കടന്നുപോകുന്നു. അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിൽ സംശയനിവാരണത്തിനും അവസരം ലഭിക്കും. മറ്റു സമയങ്ങളിൽ ഖുർആൻ പാരായണത്തിനും ഇസ്ലാമിക വായനകൾക്കും പ്രയോജനപ്പെടുത്താം. കൃത്യമായ സമയക്രമവും വ്യവസ്ഥാപിതമായ ക്ലാസ് അനുബന്ധ പ്രവർത്തനങ്ങളും ഉള്ളതിനാൽ ഇതൊരു ആത്മീയ ക്യാമ്പായി ആസ്വദിക്കുന്നുവെന്ന് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെ ജൽസ അംഗങ്ങൾ പറയുന്നു. അത്താഴവും മുത്താഴവും നോമ്പുതുറയുമെല്ലാം ഇവർക്ക് മസ്ജിദിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2000-ഓളം പേർ പങ്കെടുക്കുന്ന നോമ്പുതുറ മനം മയക്കുന്ന അനുഭൂതിയാണ്. പല നാട്ടുകാരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായ നിരവധി ആളുകൾ പല കൈവഴികളിലൂടെ ഒഴുകിവന്ന് ഒന്നായിത്തീരുന്ന അനുഭവം ഇവർക്ക് മറക്കാനാവില്ല. റമദാനിനു മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തവരാണ് ഇപ്പോൾ പള്ളിയിലുള്ളത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ സയ്യിദന്മാരുടെയും പണ്ഡിതരുടെയും സൂഫിവര്യന്മാരുടെയും കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നതും കൂടാതെ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ ആത്മീയ നേതൃത്വത്തിൽ നടക്കുന്ന 27ാം രാവിലെ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്നതും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജൽസ അംഗങ്ങൾ. ജൂലൈ 13 നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവരടക്കം പങ്കെടുക്കുമ്പോൾ ഇതിൽ സംബന്ധിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം ചെറുതല്ലെന്ന് ഇവർ പറയുന്നു. ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റിന്റെ എക്സലൻസ് ഇനീഷ്യേറ്റീവ് ഫെലോഷിപ്പ് മർക്കസ് വിദ്യാർത്ഥിക്ക്. മർക്കസിന് കീഴിൽ പൂനൂർ മർക്കസ് ഗാർഡനിൽ പ്രവർത്തിക്കുന്ന മദീനത്തുനൂർ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിലെ വിദ്യാർത്ഥിയായ EP മുഹമ്മദ് സ്വാലിഹ് നൂറാനിയാണ് ഫെലോഷിപ്പിന് അർഹനായത്.
ലോകത്തെ വിവിധ മുസ്ലിം സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടിയാണ് 40 ലക്ഷം രൂപയോടെ ഈ ഫെലോഷിപ്പ് നൽകുന്നത്. കേരളത്തിലെ പൊന്നാനി ആസ്ഥാനമായി 15-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച മഖ്ദൂമുമാരുടെ പ്രശസ്ത രചനകളായ ഫത്ഹുൽ മുഈൻ, അദ്കിയ എന്നീ പുസ്തകങ്ങളുടെ പിൻകാല സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് സ്വാലിഹിന്റെ പഠനം. ബെർലിനിലെ പ്രമുഖ സർവകലാശാലകളായ ഹംബോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൌത്ത് ഏഷ്യ സ്റ്റഡി സെന്റർ, ഫ്രൈ യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയ്ക്ക് കീഴിലാണ് സ്വാലിഹ് പഠനം നടത്തുക. മലപ്പുറം ജില്ലയിലെ ആദവനാട് ഇരട്ടപ്പറമ്പിൽ ഹംസയുടെയും പനച്ചിക്കൽ ആസിയയുടെയും മകനാണ് EP മുഹമ്മദ് സ്വാലിഹ്. സൌത്ത് ഏഷ്യയിലെ വിവിധ മുസ്ലിം സമൂഹങ്ങളെയും കേരള വികസന മാതൃകയെയും കുറിച്ച് സ്വാലിഹ് നടത്തിയ പഠനങ്ങൾ നിരവധി അന്താരാഷ്ട്ര സെമിനാറുകളിൽ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവ് ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ വടകര കുഞ്ഞപ്പള്ളി മഖ്ദൂം സ്ക്വയറിൽ നടക്കും. KP ചെറിയക്കോയത്തങ്ങൾ ചെയർമാനും സിറാജ് മടപ്പള്ളി കൺവീനറും അബ്ദുൽ അസീസ് ഹാജി പട്ടിയത്ത് ട്രഷററുമായി 101-അംഗ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ജില്ലാ പ്രസിഡന്റ് സമദ് സഖാഫി മായനാട് അധ്യക്ഷത വഹിച്ചു. MC അഷ്റഫ്, ഹാമിദ് അലി സഖാഫി സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി റിയാസ് മാസ്റ്റർ സ്വാഗതവും ജില്ലാ സാഹിത്യോത്സവ് പ്രോഗ്രാം കൺവീനർ അക്ബർ സ്വാദിഖ് നന്ദിയും പറഞ്ഞു. SYS 2016-19 കാലയളവിലെ മെമ്പർഷിപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഓഗസ്റ്റിൽ ആരംഭിച്ച് 2016 ജനുവരിയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി സയ്യിദ് ത്വാഹ സഖാഫി ചെയർമാനും മുഹമ്മദ് പറവൂർ ചീഫുമായി 7-അംഗ സ്റ്റേറ്റ് ഇലക്ഷൻ ഡയറക്ടറേറ്റ് രൂപവൽക്കരിച്ചു. N അലി അബ്ദുള്ള, CP സേദലവി, മജീദ് കക്കാട്, മുസ്തഫ കോഡൂർ, M മുഹമ്മദ് സ്വാദിഖ് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ജൂലൈ 25-നകം ജില്ല, ഓഗസ്റ്റ് 5-നകം സോൺ, 20-നകം സർക്കിൾ, 25-നകം യൂണിറ്റ് ഡയറക്ടറേറ്റുകൾ രൂപവൽക്കരിക്കും. ഓരോ ഘടകത്തിന്റെയും ചീഫുമാരെ മേൽഘടകം നിർണയിച്ചു നൽകും. ഓഗസ്റ്റിൽ SYS സംഘടനാ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്റ്റേറ്റ് പണിപ്പുര, സോൺ പടിപ്പുര ക്യാമ്പുകളിൽ വെച്ച് മെമ്പർഷിപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സമഗ്ര പരിശീലനം നൽകും. സെപ്റ്റംബറിൽ യൂണിറ്റ് പഠനമുറികൾ സംഘടിപ്പിക്കും. സമസ്ത സെന്ററിൽ ചേർന്ന സ്റ്റേറ്റ് ക്യാബിനറ്റ് യോഗം ക്യാമ്പയിൻ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം നൽകി. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു. N അലി അബ്ദുള്ള, മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ, മുസ്തഫ കോഡൂർ ചർച്ചയിൽ പങ്കെടുത്തു. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ ഹയർ സെക്കൻഡറി ഇൻ ഇസ്ലാമിക് സയൻസ്, ബാച്ചിലർ ഇൻ ഇസ്ലാമിക് സയൻസ് എന്നീ കോഴ്സുകളുടെ മുഴുവൻ വർഷങ്ങളുടെയും മെയ് അവസാന വാരം നടത്തിയ 2ാം സെമസ്റ്റർ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. BISC വിഭാഗത്തിൽ ആദ്യ 3 റാങ്കുകളും കോഴിക്കോട് പൂനൂർ മദീനത്തുന്നൂർ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ് നേടി. മുഹമ്മദ് റാസി KP, മുഹമ്മദ് ആഷിഖ് KK, മുഹമ്മദ് ഷിഹാബുദ്ദീൻ TA എന്നിവർ യഥാക്രമം 1, 2, 3 റാങ്കിന് അർഹരായി. ബദർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ചരിത്രം മുസ്ലിം തീവ്രവാദികൾ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. കഴിഞ്ഞ ദിവസം മദീന മുനവറയിൽ സംഘടിപ്പിക്കപ്പെട്ട ബദർ അനുസ്മരണ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശത്രുക്കൾക്കുനേരെ അങ്ങോട്ട് കടന്നുചെന്ന് അക്രമമായി നടത്തിയതല്ല ബദർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിലെ ഒരു യുദ്ധവും. പ്രവാചക ശ്രേഷ്ഠരെ വധിക്കാനും ഇല്ലായ്മ ചെയ്യാനും നാടുകടത്താനും ശ്രമിച്ചവർക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണ് മുസ്ലിം സൈന്യം യുദ്ധമുഖത്തിറങ്ങിയത്. വിശുദ്ധ ഇസ്ലാമിന്റെ സമാധാന സന്ദേശം ലോകത്ത് നിലനിർത്തുക എന്ന നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ ലക്ഷ്യമായിരുന്നു യുദ്ധമുഖത്തെത്തിയ സൈന്യത്തിലെ ഓരോരുത്തർക്കും. വിശുദ്ധ ഖുർആനിക വചനങ്ങളും ചരിത്രങ്ങളും ഉദ്ധരിച്ച് കാന്തപുരം വിശദീകരിച്ചു. يوم بين الله الفرق بين الحق والباطل فرق الله بين الحق والباطل والإسلام قوي بهذا اليوم وظهرت معجزات النبي صلى الله عليه وسلم كثيرا في هذه غزوة بدر الكبرى. സൈന്യം വെച്ചു പുലർത്തിയ ആത്മാർത്ഥതയുടെയും ക്ഷമയുടെയും വിജയമാണ് ബദറിലൂടെ ചരിത്രം കണ്ടത്. ആൾബലത്തിലും ആയുധബലത്തിലും എത്രയോ ഇരട്ടിയുള്ള സൈന്യത്തെ ബദറിൽ പരാജയപ്പെടുത്തിയ ഇസ്ലാമിക സൈന്യം ലോക യുദ്ധചരിത്രത്തിൽ എക്കാലത്തെയും അത്ഭുതമാണ്, കാന്തപുരം ഉസ്താദ് പറഞ്ഞു.
സ്വദേശികളും വിദേശികളുമായ പൌരപ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്ത മദീനയിലെ ബദ്ർ അനുസ്മരണ സദസ്സിൽ മുഖ്യപ്രഭാഷണത്തിനു പുറമെ പ്രാർത്ഥനയ്ക്കും കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകി. ഡോക്ടർ സ്വാലിഹ് അബ്ദുള്ള കാമിൽ മക്ക, ഷേഖ് ഫരീദ് അബ്ദുള്ള അൽ മൈമനി, ഷേഖ് ഹാഷിം ബദർ ഷീനി തുടങ്ങിയ പ്രമുഖരും ബദ്ർ അനുസ്മരണത്തിൽ പങ്കെടുത്തു. തന്റെ യജമാനന്റെ വേർപാടിനെ തുടർന്ന് സങ്കടത്തിലായിരിക്കുകയാണ് ഒരു അടിമ. അടിമയുടെ നൊമ്പരം നാട്ടുകാരെയും അടിമയെ പോറ്റി വളർത്തുന്നവരെയും സങ്കടത്തിലായിത്തിരിക്കുകയാണ്. തന്റെ യജമാനൻ ലോകത്തോട് വേർപിരിഞ്ഞ അന്നുമുതൽ എല്ലാ ദിവസവും തന്റെ യജമാനന്റെ ഖബറരികിൽ എത്തും ഈ അടിമ. യമനിലാണ് സംഭവം. ഒരു അടിമ യജമാനന്റെ ഖബർ സന്ദർശിക്കുന്നത് വാർത്തയാക്കാൻ എന്തിരിക്കുന്നു എന്നായിരിക്കും ചോദ്യം. എങ്കിൽ ആ അടിമ ഒരു മനുഷ്യനല്ല. യമനിലെ നഗരമധ്യത്തിലെ ഒരു ഒട്ടകമാണ് തന്റെ യജമാനൻ വേർപിരിഞ്ഞ അന്നുമുതൽ ഖബറിടത്തിലെത്തി ദിവസവും സിയാറത്ത് ചെയ്ത് സങ്കടം പറയുന്നത്. ഒട്ടകത്തിന്റെ നൊമ്പരം ഒരു നാടിന്റെ തന്നെ വേദനയാവുകയാണ്. തന്റെ പാർപ്പിടത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് യജമാനന്റെ ഖബറിടം. ഒട്ടകത്തിന് ഖബറിടത്തിലേക്ക് വഴികാട്ടിയുടെ ആവശ്യമില്ല. പതിവ് തെറ്റിക്കാതെ ഒട്ടകം ഖബർ സന്ദർശിക്കുന്നതും തന്റെ മുഖം കൊണ്ട് ഖബറിടത്തിൽ സ്പർശിക്കുന്നതും കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. യമൻ ന്യൂസ് ചാനലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. രസകരമായ കമന്റ്സുകളാണ് വീഡിയോക്ക് ലഭിക്കുന്നത്. ഒട്ടകത്തിന്റെ ബുദ്ധിയെങ്കിലും കേരളത്തിലെ വഹാബികൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഒരാളുടെ കമന്റ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനാഥരെന്ന് നിർവചിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ ഇല്ലാത്തവരെ. കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അനാഥ കുട്ടികളെ അല്ലെന്ന് കോടതി. റെയിൽ പാളത്തിൽ വിള്ളലുണ്ടായാൽ ട്രെയിൻ അപകടം ഒഴിവാക്കാൻ ഇന്റർനെറ്റ് സംവിധാനം വരുന്നു. രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന ശിവസേന പാർട്ടി മുഖപത്രമായ സാമ്നയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വിശുദ്ധ റമളാനിന്റെ രാവുകളെ ധന്യമാക്കി മഅദിൻ ഗ്രാൻഡ് മസ്ജിദ്. മർക്കസ് വിദ്യാർത്ഥിക്ക് ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റിന്റെ എക്സലൻസി ഫെലോഷിപ്പ്. 40 ലക്ഷം രൂപയുടേതാണ് ഫെലോഷിപ്പ്. SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവ് ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ വടകര കുഞ്ഞിപ്പള്ളിയിൽ. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഭീകരവാദികൾ ഇസ്ലാമിലെ യുദ്ധങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മദീനയിൽ സംഘടിപ്പിച്ച ബദർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ KMC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmcnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.